സംഘടനാ പുനർസംഘടനയിൽ ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദ വ്യാഴാഴ്ച വൈകുന്നേരം ബീഹാറിലേക്കും അതുപോലെ തന്നെ രാജസ്ഥാനിലേക്കും പുതിയ പ്രസിഡന്റുമാരെയും രാജസ്ഥാൻ, തമിഴ്നാട് എന്നിവയുൾപ്പെടെ നിരവധി സംസ്ഥാനങ്ങളിൽ പ്രഭാരികളെയും അതായത് ഇൻചാർജുകൾ, സഹപ്രഭാരികളെയും കോ ഇൻചാർജുകളെയും നിയമിച്ചിരിക്കുകയാണ്. ബി.ജെ.പി. ആസ്ഥാനത്ത് നിന്നുള്ള ഔദ്യോഗിക അറിയിപ്പ് പ്രകാരം സാമ്രാട്ട് ചൗധരിക്ക് പകരം ബീഹാർ ബി.ജെ.പിയുടെ പുതിയ പ്രസിഡന്റായി എം.എൽ.സിയെയും അതുപോലെ തന്നെ ബീഹാർ സർക്കാരിലെ മന്ത്രിയുമായ ദിലീപ് ജയ്സ്വാളിനെ നിയമിച്ചിരിക്കുകയാണ്. നിലവിൽ രാജ്യസഭാ എം.പിയും അതുപോലെ തന്നെ മൂർച്ചയുള്ള തന്ത്രജ്ഞനുമായി അറിയപ്പെടുന്ന മദൻ റാത്തോറിനെയാണ് രാജസ്ഥാൻ ബി.ജെ.പിയുടെ പുതിയ അധ്യക്ഷനായിട്ട് നിയമിച്ചിരിക്കുന്നത്. ബീഹാറിലെയും അതുപോലെ തന്നെ രാജസ്ഥാനിലെയും പുതിയ അധ്യക്ഷന്മാർക്ക് ചുമതല നൽകിയപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഒരു സുപ്രധാന മാറ്റങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. 2025 അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് EBC വിഭാഗത്തിൽപ്പെട്ട ദിലീപ് ജയ്സ്വാൾ EBC വോട്ട് ബാങ്കിനെ ഗുണകരമായി സ്വാധീനിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. രാജസ്ഥാൻ, ലക്ഷദ്വീപ്, ഛത്തീസ്ഗഡ് അതുപോലെ തന്നെ തമിഴ്നാട്, ത്രിപുര, അസം എന്നീ സംസ്ഥാനങ്ങളിലേക്കും ബി.ജെ.പി. ചുമതല ഏറ്റിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ രാജസ്ഥാനിലെയും തമിഴ്നാട്ടിലെയും ബി.ജെ.പി. യൂണിറ്റുകൾക്ക് കോ ഇൻചാർജുകളെ നിയമിച്ചിട്ടുണ്ട്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രധാന സംസ്ഥാനങ്ങളിൽ പാർട്ടിയുടെ തന്ത്രപരമായ ക്രമീകരണങ്ങളാണ് പുനർസംഘടനയിൽ ഇപ്പോൾ പ്രതിഫലിക്കുന്നത്. ബി.ജെ.പിയുടെ ഔദ്യോഗിക എക്സ് ഹാൻഡിലൂടെയായിരുന്നു പ്രഖ്യാപനം നടന്നത്. ബീഹാറിൽ അധ്യക്ഷസ്ഥാനം ഏറ്റെടുക്കുന്ന ദിലീപ് ജയ്സ്വാൾ നിലവിൽ ബീഹാറിലെ റവന്യൂ ഭൂപരിഷ്കരണ മന്ത്രിയായി പ്രവർത്തിച്ചു വരികയാണ്. വൈശ്യ സമുദായത്തിൽപ്പെട്ട വ്യക്തി കൂടിയാണ് അദ്ദേഹം. അതോടൊപ്പം തന്നെ ഈ ബി.ജെ.പിയുടെ ഈ ഒരു അഴിച്ചുപണി തീർച്ചയായിട്ടും ഇവിടങ്ങളിൽ മാത്രം തീരുന്നില്ല. അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ കേരളത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, കേരളത്തിൽ എന്ത് തരം മാറ്റങ്ങളായിരിക്കും ബി.ജെ.പി. കൊണ്ടുവരാൻ പോകുന്നത്. ഇപ്പോൾ നിലവിൽ സുരേന്ദ്രനാണ് കേരളത്തിൽ അധ്യക്ഷനായി ഇരിക്കുന്നത്. അപ്പോൾ സുരേന്ദ്രൻ്റെ കാലാവധി എന്തായാലും തീർന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമായി മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ സുരേന്ദ്രന് കാലാവധി നീട്ടിക്കൊടുക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോഴുള്ള പുനർസംഘടനയിൽ തീർച്ചയായിട്ടും കേരളത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമോ, അധ്യക്ഷൻ ആ ഒരു തരത്തിൽ സുരേന്ദ്രൻ മാറി മറ്റൊരാൾ വരുമോ, അതോ താൽക്കാലികമായിട്ട് സുരേന്ദ്രൻ ആ ഒരു ചുമതലയിൽ തന്നെ തുടരുമോ എന്നൊക്കെയുള്ളത് തീർച്ചയായിട്ടും ഈ വർഷം അവസാനത്തോടു കൂടി തന്നെ, അതായത് നവംബറിനുള്ളിൽ തന്നെ ആ ഒരു തീരുമാനം എന്തായാലും കേരളത്തിലെയും അറിയാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. എന്തായാലും ഓരോ സംസ്ഥാനങ്ങളിലും ബി.ജെ.പി. അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തി തുടങ്ങിയിരിക്കുന്നു എന്നത് ഇതിലൂടെ വ്യക്തമാണ്. തീർച്ചയായിട്ടും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ പ്രമാണിച്ച് തന്നെയുള്ള പലതരം മാറ്റങ്ങളും അഴിച്ചുപണികളും തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും കേരളത്തിൽ ഏത് തരത്തിൽ പ്രതിഫലിക്കും, കേരളത്തിൽ ഒരു നേതൃമാറ്റം ഉണ്ടാകുമോ ഇല്ലയോ, ഇപ്പോഴുള്ള കേരള ബി.ജെ.പിയിൽ എന്തുതരം മാറ്റങ്ങളായിരിക്കും ബി.ജെ.പി. കേന്ദ്ര നേതൃത്വം കൊണ്ടുവരാൻ പോകുന്നത് എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്.